ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വെറും 5 മിനിറ്റ് കൊണ്ട് പഴയ ഒരു ഷോളിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ ടോപ്പ് റെഡിയാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ കഫ്താൻ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് തയ്യൽ മെഷീൻ്റെ ആവശ്യമില്ല, നേരത്തെ തയ്ച്ച് പരിചയം വേണമെന്നില്ല. ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പഴയ ഷോളും ഒരു കത്രികയും ഒരു സൂചി നൂലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രെൻഡി ആയിട്ടുള്ള കഫ്താൻ കുർത്തി റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഷോൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ വീതി ഒന്ന് അളന്നിട്ട് കറക്റ്റ് മിഡ് പോയിന്റിൽ ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇനി ഈ മിഡ് പോയിന്റിൽ നിന്നും 4 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിടുക. ഇനി ആ മിഡ് പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് താഴേക്കും കൂടി മാർക്ക് ചെയ്തിടുക. ഇനി ഈ 3 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഈ ടോപ്പിന്റെ കഴുത്തിറക്കം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പഴയ ഒരു ടോപ്പ് അളവിനായിട്ട് എടുക്കുക. ഈ ഷോളിന്റെ കഴുത്ത് കട്ട് ചെയ്ത ഭാഗത്ത് ഈ ടോപ്പിന്റെ കഴുത്ത് കറക്റ്റ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കൈക്കുഴിയുടെ അവിടുന്ന് 1 ഇഞ്ച് അകലം മാറി മാർക്ക് ചെയ്യുക. ഇനി ടോപ്പിന്റെ മുകളിൽ നിന്ന് സ്ലിറ്റ് വരെയുള്ള പോർഷൻ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 27 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത 2 പോയിന്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇതുപോലെ തയ്ച്ചെടുക്കുക.
നമ്മളിവിടെ മെഷീൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ഒരു തവണ കൂടി ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇനി ആ കഴുത്തിന്റെ പോർഷൻ ചെറുതായി ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുർത്തി റെഡി. അപ്പോൾ ഈ സിമ്പിൾ കുർത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.